നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷൻസിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത്? ഈ ഇന്റർനെറ്റ് ആരും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഭീമൻ വലയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനായി ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ ചെറിയ പാക്കറ്റുകളായി യാത്ര തുടങ്ങും. പിന്നീട് നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റൂട്ടറിലേക്ക് ഈ ഡാറ്റ പാക്കറ്റുകൾ എത്തുന്നു. റൂട്ടറിലേക്ക് എത്തുന്ന ഈ ഡാറ്റ പാക്കറ്റ്സ് റൂട്ടർ വയർ വഴി നിങ്ങളുടെ അടുത്തുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ ടവറിലേക്ക് എത്തുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ സെർവർ ഇരിക്കുന്നത് അമേരിക്കയിലോ സിംഗപ്പൂരിലൊക്കെ ആവാം. നമ്മുടെ ഡാറ്റ പാക്കറ്റ് മൂവ് ചെയ്യുന്നത് ഒരിക്കലും ആകാശത്തിലൂടെ അല്ല, മറിച്ച് കടലിനടിയിലൂടെ ആയിരിക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ച് കനം കുറഞ്ഞ ചെറിയ ഫൈബർ കേബിളുകൾ കടലിനടിയിലുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് നമ്മുടെ ഡാറ്റ പാക്കറ്റ്സ് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഗൂഗിളിന്റെ ഡാറ്റാ സെന്ററിൽ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ സെർവറുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നിടത്ത് നിന്നും നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോയുടെ കോടിക്കണക്കിന് ഭാഗങ്ങൾ തയ്യാറാക്കി മടക്കയാത്രയ്ക്ക് ഒരുങ്ങും. വീഡിയോയുടെ കോടിക്കണക്കിന് ഡാറ്റ പാക്കറ്റുകൾ നിങ്ങളുടെ ഡാറ്റ പാക്കറ്റുകൾ സഞ്ചരിക്കുന്ന അതേ വഴിയിലൂടെ ഒരുമിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നു. ഈ പ്രക്രിയകളെല്ലാം നടക്കുന്നത് നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിലും കുറഞ്ഞ സമയത്തിലാണ്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള കേബിളുകളും ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളും സമ്മിശ്രമായി ചേർന്ന ഒരു ഭൗതിക ലോകമാണ് ഇന്റർനെറ്റ്. ഇതിനെ നിയന്ത്രിക്കുന്നത് കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ചേർന്ന ഒരു ശൃംഖലയാണ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.